Hello friends, welcome to my channel. My name is Jay Johnson C. ഇന്നത്തെ എല്ലാ ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായി വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് എത്രയും പെട്ടെന്ന് കിടക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്നാൽ നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു ചുറ്റുപാടിൽ നടക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ അല്ലെങ്കിൽ വാർത്താ ചാനലുകൾ, സോഷ്യൽ മീഡിയകൾ എവിടെ നോക്കിയാലും നമുക്ക് നമ്മളെ ഒരു തരം വ്യത്യസ്തമായ, അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അത് എല്ലാം നമുക്ക് സത്യമാണോ അതോ യാഥാർത്ഥ്യമാണോ ഒന്നും അറിയില്ല. എങ്കിലും നമ്മൾ കാണണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ അങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ കൂടുതലും കാണാൻ ഇടയാകുന്നത്. ഇപ്പൊ അടുത്തിടെ പല ആത്മഹത്യകളും നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾ, അതായത് അതിൽ ഭൂരിഭാഗവും നമ്മൾ കാണുന്നത് 30 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 25 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ 20 വയസ്സിന് മുകളിൽ. ഇപ്പൊ അടുത്തിടെ തന്നെ നമ്മൾ കണ്ടിരുന്നു ഒരു ആത്മഹത്യ. കാരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അവരുടെ ഭാഗത്ത് ചിലപ്പോൾ ന്യായങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് അതിനുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ എന്ത് തന്നെ ആയാലും നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് എടുക്കുന്നതിന്റെ കാരണം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾ അതിന് അനുകൂലമല്ല, അല്ലെങ്കിൽ വളരെ മോശമാണ്, ചുറ്റുപാടും നമ്മുടെ ചുറ്റും നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട്, നമുക്ക് നമ്മൾ മാനസിക തലത്തിന്റെ അങ്ങേയറ്റത്തെത്തി. അപ്പോൾ ആ ഒരു നിമിഷത്തെ ചിന്തയിൽ ചെയ്തായിരിക്കാം, അല്ലായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം നമ്മളിലേക്ക് തള്ളിട്ടതായിരിക്കാം. എന്ത് തന്നെയായാലും നമ്മൾ എപ്പോഴും നമ്മളെ ഒരു ദീർഘവീക്ഷണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു എന്താണ് എന്നുള്ളൊരു ഏകദേശ ധാരണ കൂടെ നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആധുനിക സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് പലവിധ മാർഗങ്ങളുണ്ട്, പരിരക്ഷകൾ മാർഗമുണ്ട്. നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ ബന്ധുക്കൾ, നമ്മളുടെ രക്ഷകർത്താക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത് അഭിപ്രായങ്ങൾ വാങ്ങാം. നമുക്ക് സ്വന്തമായി അഭിപ്രായം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ച് എന്താണ് ഇതിന് പൊൻവഴി. ഒരാളുടെ അഭിപ്രായം ചോദിച്ചു ചിലപ്പോൾ നമുക്കത് നല്ല അഭിപ്രായമായി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ വേറെ അഭിപ്രായങ്ങൾ ചോദിക്കുക. പലവിധ ഇന്റർനെറ്റിൽ സൗകര്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് നല്ലതിനായി വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അറിവും നമ്മുടെ സാഹചര്യമാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത് പോലും നമ്മുടെ ബുദ്ധിയെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പല വ്യക്തികളും പല ഇതിൽ എക്സ്പെർട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. നമ്മളറിയുന്ന ആൾക്കാരൊക്കെ കൂടുതൽ ചിലപ്പോൾ നമ്മളെക്കാൾ അധികം ഇതിന് നല്ല രീതിയിൽ നല്ല വ്യക്തിപരമായ രീതിയിൽ അതിന് സംസാരിച്ച് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ചെയ്ത് അതിന്റെ സൊല്യൂഷൻ തന്നെ ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ ആ സൊല്യൂഷൻ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടുമുട്ടേണ്ടത്. പിന്നെ അത്യധികമായി നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യുമ്പോൾ ആ ഒരു ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമാണ് അതിന്റെ അൾട്ടിമേറ്റ്ലി ഉള്ള പ്രശ്നം ബാധിക്കുന്നു എന്ന് വിചാരിക്കരുത്. കാരണം ആ വ്യക്തിയെ സ്നേഹിക്കുന്ന പലരും ചിലപ്പോൾ ആ വ്യക്തിയെ അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കാം, അവർക്കും അതിനെ അഫക്റ്റ് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു പ്രതിസന്ധി അവസ്ഥയിൽ ഇതിന്റെ സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും നമ്മുടെ ചിന്ത വരുന്നെങ്കിൽ പോലും നമ്മളെ ചിന്തയിൽ മാറ്റി നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു ലക്ഷ്യമായ അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് ഒരു സ്റ്റേബിലിറ്റി നിൽക്കാനുള്ള ഇത് ആരുമില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു മാനസികാവസ്ഥ ഉണ്ടായാൽ മാത്രം മതി നമുക്ക് എല്ലാവരും അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ സഹോദരിമാർ, എൻ്റെ ചേച്ചിമാർ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഒന്ന് മാറ്റി പിടിക്കുക, നിങ്ങളുടെ ട്രാക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു കാര്യം, നല്ല പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ അതിൽ നല്ല സന്തോഷം കണ്ടെത്താനും ശ്രമിക്കുകയും വേണം. ഇതിനായി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന്
ഞാൻ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.